ഓക്കെ, എല്ലാവരും സെയിം ക്വസ്റ്റ്യൻ. 25K അണ്ടറിൽ ഏത് സ്മാർട്ട് ഫോണാണ് ബെറ്റർ, ഏത് മേടിക്കണം എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ, എന്നിട്ട് പെർഫോമൻസ്, ക്യാമറ, എന്നിട്ട് ബാറ്ററി, എന്നിട്ട് ഒരു ഓൾറൗണ്ടറും കൂടെ നോക്കി നോക്കാം. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എല്ലാം കൂടെ ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സോഫ്റ്റ്വെയർ നോക്കാം. സോഫ്റ്റ്വെയറിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ രണ്ട് ഫോൺസ് ഉണ്ട്, മോട്ടറോളയും നത്തിങ്ങും. ഈ മോട്ടറോള നോക്കുകയാണെങ്കിൽ അപ്ഡേറ്റ്സ് ഷോകമായതുകൊണ്ട് നമുക്ക് നത്തിങ്ങിന്റെ നോക്കാം. നത്തിങ്ങിന്റെ നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3A ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്. ഈ ക്ലീൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സമയത്ത് ലൈക് ബ്ലോക്ക് പേസ്, ആഡ്സ്, ഇങ്ങനത്തെ ഇതൊന്നുമില്ല. ഓക്കെ, തേർഡ് പാർട്ടി ആപ്സ് അങ്ങനെ ഒന്നും കാണത്തില്ല. നത്തിങ്ങിന്റെ ആപ്സും അങ്ങനെയൊക്കെ കാര്യം കാണത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള നത്തിങ് 3.1ന്റെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടെയാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് 18 വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കിട്ടുന്നതായിരിക്കും. അടുത്തതിന്റെ ഡിസൈൻ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കിൽ ലൈറ്റ് എത്തും, ലൈക് ഗ്ലിഫിന്റെ ഫേസ് അറിയാലോ, ലൈക് ഗ്ലിഫ് ലൈറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തതിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ 1080p പാനലാണ്. ഓക്കെ, 1300 നിറ്റ്സിന്റെ ഒരു അത്യാവശ്യം ഔട്ട്ഡോർ ഒക്കെ വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കിട്ടുന്നതാണ്. അടുത്തതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് മെയിൻ 50MBന്റെ ഒരു സാംസങ്ങിന്റെ സെൻസർ, സെക്കൻഡ് എന്ന് പറയുന്നത് 8MBന്റെ ഒരു സെൻസറാണ്, തേർഡ് MB 2x ടെലിഫോട്ടോ ലെൻസ്. ഓക്കെ, അതും സാംസങ്ങിന്റെ സെൻസറാണ്. അടുത്തെന്ന് പറഞ്ഞാൽ സെൽഫി നോക്കുകയാണെങ്കിൽ 32MBന്റെ ഒരു സാംസങ്ങിന്റെ സെൻസറും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ 4K 30fps ഷൂട്ടും ചെയ്യാൻ പറ്റും. സോ ഇതിൽ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ക്യാമറയും നമ്മൾ ഇത് കിട്ടുന്നതായിരിക്കും. സോഫ്റ്റ്വെയറും ക്യാമറ ഉണ്ട്. സോ ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ഇതിന്റെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 5000 mAhന്റെ 5 to 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്ന ഒരു ബാറ്ററിയാണ്. ഇതിന്റെ കൂടെ 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. പക്ഷേ ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ലൈക് ബോക്സിന്റെ കൂടെ കിട്ടുന്നതായിരിക്കത്തില്ല. ഇത് നമ്മൾ പുറത്തുനിന്ന് ലൈക് ഒരു 1000-2000 റേഞ്ചിൽ മേടിക്കേണ്ടി വരും. ഇഫ് നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് ആവശ്യമെങ്കിൽ പോക്കോന്റെ പോക്കോ F6 ഉണ്ട്. ഓക്കെ, ലൈക് ലെജൻഡ് ആയിട്ടുള്ള പോക്കോ F1ന്റെ ആ ഒരു അറിയാലോ, അതിന്റെ ഒരു സീരീസ് തന്നെയാണ് പോക്കോ F6. ഇതിലെന്ന് പറയുന്നത് 8s Gen 3ന്റെ പ്രൊസസർ ആണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ LPDDR 5X UFS 4.0ന്റെ സ്റ്റോറേജ് ഉണ്ട്. 4.0 ഉണ്ട്. ഓക്കെ, സോ ലൈക് ചില മൊബൈൽസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 2.2 3.0 ഒക്കെ കൊടുക്കുന്നതിന് പകരം ഇത് 4.0 ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ലൈക് ആ ഒരു സ്റ്റോറേജിന്റെ ഈ ഒരു പ്രൊസസറിന്റെ ഒരു കാപ്പബിലിറ്റിയിൽ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും കിട്ടുന്നതായിരിക്കും. ഇതിൽ നമുക്ക് 90 FPS BGMI പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റേബിൾ ആയിട്ട് തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇതിൽ ലൈക് ഇപ്പോഴത്തെ ഡിമാൻഡിങ് ഗെയിംസ് ആയിട്ടുള്ള COD വാർസോൺ, COD മൊബൈൽ, ജംഗ്ഷൻ ഇമ്പാക്ട്, ഇതിന്റെയൊക്കെ ഗെയിം പ്ലേ സെറ്റിംഗ്സ് എന്താണെന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ഡിസ്പ്ലേ പാർട്ട് നോക്കുകയാണെങ്കിൽ 1.5Kന്റെ 446 ppi ഉള്ള 1200 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ് ആണ്. ഇതിൽ മൾട്ടിമീഡിയ കൺസെപ്ഷൻ വിഷയമാണ് ആക്ച്വലി. ഇപ്പൊ പോക്കോ ഡിവൈസസ് ആയിരുന്നാലും ഷയോമി ഡിവൈസസ് ആയിരുന്നാലും ഇതിൽ മൾട്ടിമീഡിയ കൺസെപ്ഷൻ നൈസ് ആണ്. ഓക്കെ, സോ ആ ഒരു പാർട്ട് നോക്കുകയാണെങ്കിലും ബെറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ഗെയിം കളിക്കുന്ന സമയത്തായിരുന്നാലും ഡിസ്പ്ലേ വൈസ് നമുക്ക് ശോകം വരത്തില്ല. അടുത്തതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ സോണിന്റെ IMX882 എന്ന് പറഞ്ഞൊരു സെൻസർ ഉണ്ട്. 50MB ആണ്. സോ സോണിന്റെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പിക്സും ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ 8MBന്റെ ഒരു അൾട്രാ വൈഡ് എന്ന് ഇതും സോണിയുടെ സെൻസർ ആയിട്ടുള്ള 355 എന്ന് പറയുന്ന IMX 355 എന്ന് പറയുന്ന ലെൻസും കൂടെയാണ്. അടുത്ത് നമുക്ക് 20MBന്റെ ഒംനിവിഷന്റെ ഒരു സെൻസറും കൂടെയുണ്ട് ഫ്രണ്ട് സെൽഫിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ലൈക് ആ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കൂടെയാണ്. അടുത്തതിന്റെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 5000 mAh 90 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജറിംഗ് ഉണ്ട്. ഈ ചാർജർ ലൈക് ബോക്സിന്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ബാറ്ററി 5000 mAh ഉണ്ടെങ്കിലും ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 178 ഗ്രാമേ ഉള്ളൂ. സോ നിങ്ങൾ മൊബൈലിൽ ഗെയിംസ് കളിക്കുന്ന സമയത്തായിരുന്നാലും ലൈക് വെയിറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ പ്രശ്നം വരത്തില്ല. ഡിസ്പ്ലേ കൊള്ളാം, പ്രൊസസർ കൊള്ളാം, പിന്നെ ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെയാണ്. സോ ലൈക് പെർഫെക്റ്റ് ഫോർ ഗെയിമിംഗ്. ഇൻ കേസ് നിങ്ങൾക്ക് പോക്കോ ഡിവൈസ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ലൈക് മദർ ബോർഡ് ഇഷ്യൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈക് എൻഡ് വരെ വെയിറ്റ് ചെയ്യും. വേറൊരു മൊബൈലും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത് നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഓക്കെ ആണെങ്കിൽ ഇതിൽ രണ്ട് ഫോൺസ് ആണ് വരുന്നത്. ഒന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 3A, ഒന്ന് മോട്ടോറോള എഡ്ജ് 15E. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫൈൻ ഡീറ്റെയിൽസും നമുക്ക് കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോട്ടോസും HDRഉം എല്ലാം വർക്കായി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നു. ഒരു പൊടിക്ക് ബെറ്റർ ആയിട്ട് കിട്ടുന്നത് ഈ മോട്ടോറോളയിലാണ്, മോട്ടോറോള എഡ്ജ് 15E. ഓക്കെ, ഇതിന്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഒരു മെയിൻ 50MB LYT 700C എന്ന് പറയുന്നത്, രണ്ടെന്ന് പറയുന്നത് ഒരു 13MBന്റെ അൾട്രാ വൈഡ്. പല കമ്പനീസും 8MB 12MB ആണ് ലൈക് അൾട്രാ വൈഡിന് കൊടുക്കുന്നത്. ഈ സമയത്ത് ഇതിന് 13MBന്റെ അൾട്രാ വൈഡ് ഉണ്ട്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 10MBന്റെ 3x ടെലിഫോട്ടോ ലെൻസ് ആണ്. ഓക്കെ, ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് സെയിം ആയിട്ട് തന്നെ 4K 60fps നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 32MBന്റെ സെൽഫിയും കൂടെ ഉണ്ട്. ഓക്കെ, ഇതിലായിരുന്നാലും നമുക്ക് 4K 30യിൽ റെക്കോർഡും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ കുറച്ച് റിലയബിൾ ക്യാമറ സെറ്റപ്പ് വേണമെന്നുണ്ടെങ്കിൽ മോട്ടോറോള എഡ്ജ് 15 അതാണ് ബെറ്റർ. ഓക്കെ, അടുത്തതിന്റെ ഡിസ്പ്ലേ പാർട്ട് നോക്കുകയാണെങ്കിൽ 1.5K PLOD ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, അടുത്ത IP68 ഉണ്ട്.
അതൊരു 50K ആയിരുന്നാലും IP68 കൊടുക്കാത്ത പല കമ്പനീസും ഉണ്ട്. ഓക്കെ, സോ ഇതിൽ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അവർ IP68 കൊടുക്കുന്നുണ്ട്. അടുത്തതിന്റെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ ഐഫോൺസിനുള്ള പോലത്തെ ഒരു ചെറിയൊരു രീതിയിലാണ് ഒരു ബാറ്ററി ലൈക് കോസ്റ്റ് കട്ടിങ്ങിന്റെ രീതിയിൽ കുറച്ചതാവാം. ഓക്കെ, 4310 mAh ഒരു ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അത് 67 watt ആണ്. സോ ഇതിന്റെ MAH കുറഞ്ഞുകൊണ്ട് ഇതിന്റെ വെയിറ്റും കുറവായിരിക്കും. 171 ഗ്രാമും ഇതിന്റെ വെയിറ്റ് ഉള്ളൂ. പിന്നെ അത്യാവശ്യം സെറ്റ് ആയിട്ടുള്ള ക്യാമറയും സോഫ്റ്റ്വെയർ എല്ലാം കിട്ടുന്നതുകൊണ്ട് ഇതിന്റെ പ്രൊസസർ ഇച്ചിരി അവർ കോസ്റ്റ് കട്ടിങ്ങിന്റെ രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ MediaTekന്റെ Dimensity 7300. ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. ലൈക് ഹാർഡ് കോർ ഗെയിം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പ്രശ്നം വരത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ലൈക് ഈ MediaTekന്റെ പ്രൊസസർ അത്ര ഷോക്കല്ല, എന്നാലും ഓക്കെയാണ്. ഇഫ് നിങ്ങൾക്ക് മോട്ടറോളയും പോക്കോന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ്, അല്ലെങ്കിൽ നത്തിങ്ങിന്റെയും പോക്കോന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടോന്റെയും പോക്കോന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാമറ, ഇതിന്റെ ഇടയിലുള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഒന്നുണ്ട്. ഇതെന്ന് പറയുന്നത് Realme GT60. ഇതിലുള്ള 7+3 പ്രോസസർ, LPDDR5X റാം, അതേപോലെ തന്നെ UFS 4.0. UFS 4.0 എന്ന് പറയുന്നത് ലൈക് 256 GB മാത്രമേ ഉള്ളൂ, 128 ഇല്ല. ഓക്കെ, സോ നോക്കുകയാണെങ്കിലും ആ ഒരു സെഗ്മെന്റിൽ ലൈക് ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസും കിട്ടുന്നുണ്ട് ഈ മൂന്നിന്റെ കോമ്പിനേഷൻ. അടുത്തിന്റെ ഡിസ്പ്ലേ പാർട്ട് ഒക്കെ ആണെങ്കിൽ 120 Hz 80 LTP AMOLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, അതിന്റെ കൂടാഞ്ഞിട്ട് തന്നെ LTP ഉള്ളതുകൊണ്ട് ലൈക് ബാറ്ററിയും കുറച്ച് കൊണ്ട് നിൽക്കും. ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ 5500 mAh 120 watts ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതിന്റെ ചാർജർ ബോക്സിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു MAH ഇത്രയും വാട്ട് 120 വാട്ടിന്റെയും കൂടെ ആകുമ്പോൾ ഓക്കെയാണ് ബാറ്ററി ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ 50 MB LYT 600 സീരീസിലുള്ള ഒരു 50 MB ക്യാമറ ഉണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ 8 MB 355 IMX 355 ഒരു സെൻസർ. അടുത്തത് 32 MB 615 IMX 615 സെൻസറും കൂടെയാണ്. സോ സോണിയുടെ സെൻസറും കൂടെ ആയതുകൊണ്ട് ലൈക് അവര് ആ ഒരു സെൻസർ നല്ലതാണ്. ഓക്കെ, ഇതിന്റെ ചിപ്സെറ്റ് നല്ലതാണ്. സോ ISP ബേസ് ചെയ്തിട്ട് ഇതിൽ നല്ല രീതിയിൽ ഫോട്ടോസും കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ ഈ ബ്ലോട്ട് വേസ് ആഡ്സ് ഉണ്ട്. ഇതിന്റെ ബ്ലോട്ട് വേസ് എന്ന് പറയുന്നത് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും, എല്ലാം ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ലൈക്ക് അൺഇൻസ്റ്റാൾ വേണമെങ്കിൽ ചെയ്യാം. അതിന്റെ ലൈക്ക് അറിയത്തില്ലെങ്കിൽ ഒരു കമന്റ് ചെയ്താൽ മതി, ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അടുത്തെന്ന് പറയുന്നത് ഇതിന്റെ ആഡ്സ് മാറാൻ വേണ്ടിയിട്ട് ആഡ് ഗാർഡ് DNS ഇട്ടാൽ മതി. ആഡ് ഗാർഡ് DNS ഇടുന്ന സമയത്ത് ലൈക്ക് ആഡ്സ് എല്ലാം പോകുന്നതായിരിക്കും. ആഡ് ഗാർഡ് DNSന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സോ എല്ലാം കൊണ്ടും ഒരു ഓക്കെ ആയിട്ടുള്ള ഈ ഒരു ക്യാമറ ആയിരുന്നാലും സോഫ്റ്റ്വെയർ ആയിരുന്നാലും ഇതിന്റെ ഒരു പെർഫോമൻസ് ആയിരുന്നാലും എല്ലാം ഓക്കെ ആയിട്ടുള്ള ഒരു ഫോണാണ്. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ പുഷ് ചെയ്ത് ഒരു 30K റേഞ്ച് എത്തുകയാണെങ്കിൽ അതിലൊരു ഫോണുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈക് പോക്കോയ്ക്ക് പകരം പറയാന്ന് പറഞ്ഞില്ല, അതാണ് iQOO Neo 10R. ഇതിപ്പോ ലൈക്ക് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് 1.5K AMOLED ഡിസ്പ്ലേ ആണ്. ഇതിലെന്ന് പറയുന്നത് 6300 mAh ബാറ്ററി ഉണ്ട്, 80 watts ചാർജിങ് ഉണ്ട്, LPDDR5X, UFS 4.1. ഓക്കെ, 4.1 ആണ്. ലൈക്ക് മറ്റേലെന്ന് പറയുന്നത് 4.0 ആയിരുന്നു. ലൈക്ക് ഇതിലെന്ന് പറയുന്നത് 4.1 ആണ്. ഓക്കെ, അതും ഉണ്ട്. പിന്നെ ഡീസെന്റ് ആയിട്ടുള്ള ക്യാമറ. പിന്നെ പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന NFC ഇല്ല. പിന്നെ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻ എന്ന് ഇച്ചിരി ലൈക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാക്കും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് നോക്കാം. ഈ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ലാസ്റ്റ് വെച്ചതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ബാറ്ററിക്ക് മാത്രമേ കൊള്ളാവൂ. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിയെല്ലാം ശോകമാണ്. ഇത് എന്ന് വെച്ചാൽ iQOO Z10. ഇതിന്റെ ബാറ്ററി MAH 7300 mAh ആണ്. ഇത് ബാറ്ററിക്ക് മാത്രമേ കൊള്ളാവൂ, ബാക്കി എല്ലാം ശോകമാണ്. നിങ്ങളുടെ ഫോൺ യൂസ് എന്ന് പറയുന്നത് ലൈക്ക് ബാറ്ററി മാത്രം ആ ഒരു ഇത് മാത്രമാണ് നോക്കണമെങ്കിൽ ഓക്കെയാണ്, ഇതാണ് ഫൈൻ. സോ വേറൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാരണം ബാക്കിയെല്ലാം ശോകമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലുള്ള ഫോണാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലായി കാണുമല്ലോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും. സോ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സിന് വേണ്ടി സബ്. ഓക്കെ.